Welcome to my channel Vibe with Please. Hi all, how are you? എല്ലാവരും എന്താ ചെയ്യണേ? ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു. നമ്മളിപ്പോൾ കുറേ ആയില്ലേ ലോങ് വീഡിയോ ഇടാത്തത്. അത് കുറച്ച് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ കുറച്ച് തിരക്കായി പോയത് കാരണമാണ് വീഡിയോ ഇടാത്തതിന് കാരണം. പിന്നെ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ പൊതുവേ സൺഡേ ആണ് ഫിഷ് മേടിക്കാറുള്ളത്. ഇത് ഒരു സ്രാവ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്രാവ് ഞങ്ങൾ കറി വെച്ചതായിരുന്നു. അത് നമ്മൾ മലബാർ സൈഡിലൊക്കെ കല്യാണത്തിന് തലേ ദിവസം സ്രാവ് കറി മസ്റ്റായിട്ട് ഉണ്ടാവാറുണ്ട്. അത് ആ ഒരു നൊസ്റ്റാൾജിയ ഓർമ്മയിലാണ് ഇന്ന് ഈ കറി വെച്ചത്. അങ്ങനെ സ്രാവ് കഴുകിയെടുത്ത് അതിലേക്ക് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ടു, ഇഞ്ചി ഇട്ടു, പച്ചമുളകിട്ടു, പിന്നെ അതിലേക്ക് മാങ്ങ ചെറുതായി അരിഞ്ഞ മാങ്ങ ഇട്ടു, പിന്നെ ഒരു തക്കാളിയും കൂടി ഇട്ടുണ്ടായിരുന്നു കേട്ടോ. സ്രാവ് അവിടെ തന്നെ കട്ട് ചെയ്ത് മേടിച്ചതായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കട്ട് ചെയ്തതൊന്നും ഞാനിതിൽ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ ചേർത്തതിന് ശേഷം നല്ലോണം ഒന്നുകൂടെ മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അടുപ്പ് കത്തിച്ച് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിന് വേണ്ടിയുള്ള തേങ്ങ അരക്കണം. അതിനു വേണ്ടി തേങ്ങ എടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. തേങ്ങ അരക്കുന്ന എൻ്റെ അടുത്ത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർക്കാം. പിന്നെ വലിയ പുളിപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു 2 കൊടംപുളി ചെറുതായി കീറിയതും കൂടെ അതിലിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിത് തിളച്ച് വരുമ്പോൾ നല്ല അതിൻ്റെ ഉപ്പ് നോക്കണം. എന്നിട്ട് നമുക്കിത് മേടിച്ച് വെക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. തിളച്ചിട്ടുണ്ട്. അത് നമുക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടിയുള്ള വറവ് കൂട്ടാം. അതിന് വേണ്ടി ഞാൻ ഇത് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഉലുവ, കടുക്, വറ്റൽമുളക് ഇത് കൂടെ ഇട്ട് നല്ല രീതിയിൽ ഒരു വറവ് കഴിച്ച് അതിലേക്ക്
കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കണം കേട്ടോ. മീൻ കറിക്കൊക്കെ കുറച്ച് നിറം വരാൻ വേണ്ടിയിട്ട് നമുക്ക് വറവ് കഴിക്കുന്ന ടൈമിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടാൽ അത് നല്ലൊരു നിറം മീൻ കറിക്കൊക്കെ തരും. ഇതൊരു ടിപ്പാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്രാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണം. മലബാർ സൈഡിൽ കല്യാണത്തിൻ്റെ തലേ ദിവസം മസ്റ്റായിട്ടും അധികം ഉണ്ടാവാറുണ്ട് സ്രാവ് കറി, ത്രണ്ടിക്കറി അങ്ങനെയല്ല. ഇത് എനിക്ക് അങ്ങനെ ഒരു ചെറുപ്പകാലത്തൊക്കെ കഴിച്ച ഒരു ഓർമ്മയിലും അത് പിന്നെ വീട്ടിൽ അമ്മയടുത്ത് വിളിച്ചൊക്കെ ചോദിച്ചാണ് ഞാനിത് ഉണ്ടാക്കിയത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇത് പുട്ടിൻ്റെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിറ്റേന്ന് രാവിലെ പുട്ടിൻ്റെ കൂടെയൊക്കെ ഇത് കൂട്ടി കഴിച്ചിരുന്നു. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ടെസ്റ്ററെ വിളിച്ചിട്ടുണ്ട്. ടെസ്റ്റർ വേറെ ആരും അല്ല കേട്ടോ, നമ്മുടെ പീലിക്കുട്ടിയാണ്. മോള് വന്നിട്ടുണ്ട്. അവൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയോ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. പക്ഷേ എന്നാലും അവൾ ടേസ്റ്റ് നോക്കി അവൾക്കും ഇഷ്ടമായിരുന്നു. അങ്ങനെയൊന്നും സ്പൈസിയൊന്നും അധികം ഇഷ്ടമുള്ള കൂട്ടത്തിലൊന്നുമല്ല, അവൾക്കും ഇഷ്ടമായി. നിങ്ങൾ എന്തായാലും മസ്റ്റായി ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ടാറ്റാ ബൈ.